السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله اوصيكم وإياي بتقوى الله. നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ സാലിഹായ ഒരു സൽക്കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും സ്വന്തക്കാർക്കിടയിലുമൊക്കെ രോഗികളുണ്ട്. അല്ലാഹു അവർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ ഒക്കെ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് 15 ആയത്തുകളായിരുന്നു അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് 16-ാമത്തെ ആയത്ത് മുതൽക്കാണ് പഠിക്കാനുള്ളത്. 16-ാമത്തെ ആയത്ത് മുതൽക്ക്. أعوذ بالله من الشيطان الرجيم. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أم أمنتم من في السماء أن يرسل عليكم حاصبا أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. ولقد كذب الذين من قبلهم فكيف كان نكير. بارك الله فيكم جميعا. أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور. أأمنتم അവിടെ ഒരു നൂന് ഇഖ്ഫ ആണ്. പിന്നെ أأمنتم ഒരു മീമിനെ മറ്റേ മീമിലേക്ക് ഇദ്ഗാം ചെയ്യും. പിന്നെ വീണ്ടും ഒരു നൂനുണ്ട്. ആ നൂൻ എന്താണ്? അത് ഇഖ്ഫ ആണ്. 2 ഇഖ്ഫാവും അതിനിടയിൽ ഒരു ഇദ്ഗാമുണ്ട്. മൻ ഫിസ് സമാഇ വീണ്ടും ഇഖ്ഫ ആണ്. ഐ യഖ്സിഫ, ക്ഷമിക്കണം, ഇദ്ഗാമാണ്. ഐ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. ശേഷമുള്ളത്
ഇൽഹാറാണ്. അമിൻതും മൻ ഫിസ് സമാ أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير. തൽക്കാലം ഈ രണ്ടായത്ത് മതി. ഇതിന്റെ ഒരർത്ഥം, അതിന്റെ ഒരു വാക്കർത്ഥം പറഞ്ഞാൽ അമിൻതും എന്നാണ്. നിങ്ങൾ നിർഭയരായി തീർന്നോ, അല്ലെങ്കിൽ നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? മൻ ഒരുത്തനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഏതാണ് ഈ ഒരുത്തൻ? ഫിസ്സമാ, ആകാശത്തിലുള്ള ഒരുത്തനെ പറ്റി നിങ്ങൾ നിർഭയരായി തീർന്നോ? എന്തിനെ സംബന്ധിച്ച്? അയ്യഖ്സിഫ, അവൻ ആകാശത്തുള്ളവൻ ആഴ്ത്തുന്നതിനെ സംബന്ധിച്ച്. ആരെ? ബിക്കും, നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച്. ആര്? ആകാശത്തുള്ളവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എവിടെയാണ് അവൻ ആഴ്ത്തിക്കളയുക? നമ്മളെവിടെയുള്ളത്? ഭൂമിയിലാണ്. അൽ അർദ, ഭൂമിയിൽ, അതിന്റെ ഉപരിതലത്തിൽ നിന്ന് അതിന്റെ ഉള്ളിലേക്ക് ആഴ്ത്തിക്കളയുന്ന. അതായത് ആകാശത്തിലുള്ളവനെ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോ ആകാശത്തിലുള്ളവനെ അഥവാ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായി തീർന്നിരിക്കുന്നുവോ? എന്താണ് നിങ്ങളുടെ നിർഭയത്വം? അള്ളാഹു നമ്മളൊന്നും ചെയ്യൂല എന്നാണ്. എന്നാൽ അള്ളാഹിനെ കുറിച്ച് പറയുന്നത് അവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണെന്നാണ്. രണ്ട് കാര്യമാണ് ഈ ആയത്തുള്ളത്. ഒന്ന്, അള്ളാഹ് എവിടെയാണ്? ഫിസ്സമാ. രണ്ടാമത്തത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ താക്കീത് നൽകുന്നതും ഭയപ്പെടുത്തുന്നതും അവൻ ഭൂമിയിൽ നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതാണ്. ഇത് രണ്ടും നമുക്ക് പ്രത്യേകമായി പഠിക്കാനുണ്ട്. ഇതിൽ ഒന്നാമത്തെ നമുക്ക് പഠിക്കാം, അല്ലാഹു തആല എവിടെയാണ്? ഫിസ്സമാ. അഹ്ലുസുന്നത്തിന്റെ അഖീദ മനസ്സിലാക്കുന്നിടത്ത് ഏതൊരു സാധാരണക്കാരനായ കുട്ടിയും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ അള്ളാഹു ഫിസ്സമാ. ഉദാഹരണത്തിന് ഐനല്ലാ എന്ന് ചോദിക്കും നമ്മൾ സാധാരണ. ഐനല്ലാ, അള്ളാഹു എവിടെ? അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ധാരാളം പേര് ഇപ്പോഴും പറയും അള്ളാഹ് എല്ലായിടത്തുണ്ട്, എല്ലായിടത്തുമുണ്ട് അള്ളാഹ്. ഇപ്പോഴും പല ആൾക്കാരും പറയും. മാത്രമല്ല, ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നത്തിൽ നിന്ന് അകന്നുപോയ, എന്നാൽ പല കാര്യത്തിലും അഹ്ലുസുന്നത്തിനോട് യോജിക്കുന്ന ഒരു വീക്ഷണമാണ് അശായിറത്ത്. അശായിറത്ത് എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ അതിനകത്ത് രണ്ട് കക്ഷികൾ വരും. ഒന്ന് അശ്അരിയ, മറ്റൊന്ന് മാതുരീദിയ. രണ്ടു കൂട്ടരും അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഫിഖ്ഹിന്റെ ലോകത്ത് അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളായ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാഹു റഹ്മത്തുൻ വാസിയ, അവരുടെയൊക്കെ മദ്ഹബ് അംഗീകരിച്ചവരായിരിക്കും. പക്ഷേ അവരുടെ അഖീദ അംഗീകരിക്കാത്തവരാണ്. വളരെ രസമാണ്. ഈ നാല് ഇമാമിങ്ങളുടെയും അഖീദ എന്താണ്? അവരുടെ അഖീദ അഹ്ലുസുന്ന വൽ ജമാഅ. അപ്പൊ ശരിക്ക് അള്ളാഹ് എല്ലായിടത്തും ഉണ്ടോന്ന് ചോദിച്ചാൽ അള്ളാഹ് എല്ലായിടത്തും ഇല്ല. തൂണിലും തുരുമ്പിലൊന്നും എന്തില്ല? അള്ളല്ല. അത് അദ്വൈത ദർശനാണ്, പഴച്ച വിശ്വാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംശയമാണ്, എങ്കിൽ അള്ളാഹു എവിടെ? അതോടൊപ്പം ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് ഓരോ മനുഷ്യനും അവന്റെ റബ്ബായ അള്ളാഹുവിനെ അറിയൽ വാജിബാണ്, ഫറദാണ്. അള്ളാഹിനെ കുറിച്ച് അറിയൽ വാജിബാണ്. അള്ളാഹിനെ കുറിച്ച് അറിയുന്നതിൽ പെട്ടതാണ് അള്ളാഹു എവിടെയാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നതും. അത് വളരെ പ്രധാനമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള കാര്യമാണ്. ആ വന്ന വ്യക്തി വിശ്വാസിയാണോ അല്ല, അയാൾക്ക് ഈമാൻ ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ആ വ്യക്തിയോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച രണ്ട് ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം അള്ളാഹു എവിടെ എന്നായിരുന്നു. അള്ളാഹു എവിടെ?
അത് ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയധികം നമ്മെ ഉണർത്തുന്നുണ്ട്. അല്ലാഹ് എവിടെ എന്നുള്ള ചോദ്യം, അല്ലാഹു എവിടെ? അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കണ ആയത്തിൽ മൻഫിസ്സമ, ഈ ആകാശത്തിലുള്ളവൻ എന്നൊരു പ്രയോഗമുണ്ട്. ഇതിൽ നമ്മൾ ലളിതമായി മനസ്സിലാക്കേണ്ടത്, മക്കളെ ഇങ്ങോട്ടൊക്കെ, ഞങ്ങൾ ഈ വയസ്സന്മാര് മനസ്സിലാക്കുന്നതിലേറെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ അറിയോ, ഞങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായത് കുറെ കഴിഞ്ഞിട്ടാ. നിങ്ങൾക്ക് അള്ളാഹു തന്നൊരു ഭാഗ്യം എന്താ, നിങ്ങളെ ചെറുപ്പത്തിൽ തന്നെ നല്ല ഷാർപ്പുള്ള ബുദ്ധിയുള്ള ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ അഹ്ലുസുന്നത്തിന്റെ അഖീദ പഠിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ നിഅമത്താണ്. നിങ്ങൾക്ക് ചോദ്യം കൂടൂട്ടപ്പോ നമ്മളെക്കാളും. കാരണം ഞങ്ങൾ പലതൊന്നും ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിച്ചോടുന്നാണ് ഒരു സുപ്രഭാതത്തിൽ ഇല്ല, എല്ലായിടത്തും ഇല്ല. അല്ലാഹു തആല ഫിസ്സമാ, അതായത് ഫൗഖൽ അർശ്, അവിടെയാണ് അല്ലാഹ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയത് കുറെ കഴിഞ്ഞിട്ടാ, ഞാനടക്കം. പക്ഷെ നിങ്ങൾക്കതുകൊണ്ട് നല്ല ഭാഗ്യമാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് കുത്തിരിക്കാതെ ശരിക്ക് നന്നായി പഠിക്കാം. അല്ലാഹ് എവിടെയെന്ന് വെച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയാ? മൻഫിസ്സമ, എവിടെ? ഫൗഖൽ അർശ്. അങ്ങനെ ഉത്തരം പറയണ്ട. എവിടെയാണ്? ഫൗഖൽ അർശ്. അല്ലാഹു അക്ബർ. അല്ലാഹു തആല നിങ്ങൾക്ക് ഈ അഖീദയിൽ ഉറച്ചിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതില് ഒന്ന് രണ്ട് തലങ്ങളുണ്ട്. ഞാനതിൽ ലളിതമാക്കിയിട്ട് പറയണം. ഒന്നാമത്തെ ഒരു തലം, ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. സഹോദരിമാര് ശരിക്കും ശ്രദ്ധിക്കുക. ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് തിരിയാത്ത കാര്യമാണ്. തൗഹീദൊക്കെ ആയിട്ടാണ് ജീവിച്ചാൽ മരിച്ചു പോയാൽ പോരാ. ഈ തൗഹീദിന്റെ അസ്ൽ എന്താ? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദൻ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്താണ്. ആ അല്ലാഹ് എവിടെയെന്നാ ചോദിക്കണത്? അപ്പൊ കൃത്യ ഉത്തരം ഉണ്ടാകണം. എവിടെ ആയാലും ഇപ്പൊ നമ്മക്കെന്താ, ഓനാണ് ആരായിച്ച പോരാ, എവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് ആരാധിക്കണം. എങ്കിലേ അതിനകത്ത് എന്തുണ്ടാവുള്ളൂ? ഒരു ദൃഢത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരിമാര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ നാമ ഗുണ വിശേഷണങ്ങൾ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. നാമ ഗുണ വിശേഷണങ്ങൾ, ഈ വിശേഷണങ്ങളിൽ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്നിടത്ത് വമിനൽ ഈമാനി ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്നാൽ എന്ന തലക്കെട്ടില് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ ഹറാനി അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ അതിനകത്ത് അദ്ദേഹം വിശദീകരിക്കണം. എന്താ വിശദീകരിക്കേണ്ട ഹെഡിങ് എന്താണ്? എവിടെയും ഉണ്ടായ പോരെ, നമുക്ക് ആരാധിച്ച പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്നല്ല. വമിനൽ ഈമാനി ബില്ലാഹ്, അതെങ്ങനെയെന്നറിയോ? അൽ ഈമാനു ബിമാ വസഫ ബിഹി നഫ്സഹു ഫി കിതാബിഹി, അള്ളാഹു അവന്റെ കിതാബിൽ അവനെ സംബന്ധിച്ച് എപ്രകാരം പറഞ്ഞിരിക്കുന്നുവോ അത് വിശ്വസിച്ച് അംഗീകരിക്കുക. എങ്ങനെയാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്? അങ്ങനെ തന്നെ. വബിമാ വസഫഹു ബിഹി റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നുവോ അള്ളാഹിനെ കുറിച്ച് അതൊക്കെ വിശ്വസിച്ച് അംഗീകരിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അംഗീകരിക്കുക വേണം. മിൻ ഗൈരി തഹരീഫിൻ വലാ തഅ്തീലിൻ, അവ തഹരീഫും തഅ്തീലും എത്രത്തോളം വെച്ചാൽ വമിൻ ഗൈരി തക്യീഫിൻ വലാ തംതീലിൻ, അവ തഹരീഫും തഅ്തീലും തകീഫും തംസീലും കൂടാതെ വിശ്വസിച്ച് അംഗീകരിക്കാൻ. 4 പദങ്ങൾ അവിടെ പറഞ്ഞത്. ഇതെന്താന്ന് നമ്മൾ പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത് തകീഫ്, അതിന്റെ കൈഫിയത്ത് തഹരീഫ്. രണ്ടാമത്തത് തഅ്തീൽ. മൂന്നാമത്തത് തകീഫ്. നാലാമത്തത് തംസീൽ. ഇതൊന്നും കൂടാതെ തന്നെ അങ്ങനെ യാതൊരു ചിന്തയും വരാൻ പാടില്ല, അങ്ങനെ തന്നെ അംഗീകരിക്കണമെന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ നല്ലേ? അങ്ങനെ പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അത് വിശദീകരിക്കുന്നിടത്ത് കാണാം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേലാണ്, അഥവാ ഫൗഖൽ അർശ് എന്നതാണ്. ഇത്തരം ഖബരിയായ സിഫത്തുകൾ, അതായത് യദ്ഹ്, വജ്ഹ്, നുസൂല്, ഇസ്തിവ എന്നിങ്ങനെ അള്ളാഹിനെ കുറിച്ച് പറയണ ഈ സിഫത്തുകളൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്നാണ് അതിന്റെ വിഷയം. അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഇതിന് ഞാൻ പറഞ്ഞ 2-3 തലങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ പ്രാഥമികമായിട്ട് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഉദാഹരണത്തിന് തഹരീഫ് പാടില്ല. അത് അങ്ങനെ പറഞ്ഞാൽ ഒരാശയത്തെ മറ്റൊന്നായി വ്യാഖ്യാനിക്കാം. ഇപ്പൊ അള്ളാഹു എവിടെ വെച്ചാൽ അർശിന്മേലാണ്, ഫൗഖൽ അർശ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂല, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയും അന്യത്ര വ്യാഖ്യാനം എന്നറിയാം. അത് പാടില്ല. അതായത് ഇസ്തിവ എന്നതിന് ശരിക്ക്
ഇസ്തിവ, അള്ളാഹു അർശിൽ ഇസ്തിവ ചെയ്തു എന്നതിന് അഹ്ലുസുന്ന പഠിപ്പിക്കണ മാനന്തരങ്ങള് ഇർതഫഅ വഅല എന്നാണ്. ഇർതഫഅ വഅല. ഉദാഹരണത്തിന് ആയത്തെന്താ? അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അവിടെ ഇസ്തവ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന ഇർതഫഅ വഅല എന്നാണ്. അതാണ് തഫ്സീർ. അർശിന്റെ മീതയായി എന്നാണ്. എന്നാൽ ജഹ്മികൾ, മുഅ്തസിലികൾ, ഖവാരിജികൾ, ഇത് മൂന്നും ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പിഴച്ച കക്ഷികളാണ്. അഹ്ലുസുന്നത്ത് നിന്ന് തെറ്റിപ്പോയവരാണ്. ഇവർ വിശ്വസിക്കുന്നത് എന്താ അറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞ അദ്വൈത സിദ്ധാന്തമാണ്. എല്ലായിടത്തും ഉണ്ടെന്ന്. അത് പാടില്ല. ആ വിശ്വാസം ശരിയല്ല. അല്ലാഹു തആല എവിടെയാണ്? ഫിസ്സമ. ഫിസ്സമ എന്ന് പറഞ്ഞാൽ ഫൗഖൽ അർശ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ തഹരീഫ് പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാശയത്തെ മറ്റൊന്നായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇവിടെ ശരിക്ക് അഹ്ലുസുന്നത്തിന് വിരുദ്ധമായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ ചെയ്യാറുള്ളത് ഇസ്തവ എന്നതിന് നമ്മൾ പറഞ്ഞ ആ വ്യാഖ്യാനത്തിന് പകരം, അതായത് ഇർതഫഅ വഅല എന്നതിന് പകരം ഒരു ഇസ്തൗല എന്നർത്ഥം പറയും. അള്ളാഹിന്റെ യദ് എന്നതിന് അവര് യദ് എന്നതിന് കൃത്യമായ നിർവചനം അല്ലെങ്കിൽ കൃത്യമായ തഫ്സീർ ഉള്ളതിന് പകരം അവരെന്ത് ചെയ്യുന്നറിയോ? ശക്തി എന്നൊക്കെ അർത്ഥം പറയും. അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവരതിന് വ്യാഖ്യാനിക്കും. എങ്ങനെ? അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങും. ഇതാണ് തഹരീഫ് എന്ന് പറഞ്ഞത്. പാടില്ല. എങ്ങനെ പറഞ്ഞു? അങ്ങനെ തന്നെ വിശ്വസിക്കണം. അതുപോലെ യദുല്ല, ഞാൻ പറഞ്ഞല്ലോ, യദുല്ല എന്നതിന് അവര് വ്യാഖ്യാനിക്കും ഔദാര്യവാനാണ്. കണ്ടോ? നിങ്ങൾ ആലോചിച്ചേക്കണം. ഇത് ശരിക്ക് അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് നന്നാക്കി പറയുന്നത്. നന്നാക്കി പറയുമ്പോൾ കൂടുതൽ കുഴപ്പമുണ്ടാകുന്നത്. അള്ളാഹിനെ കുറിച്ചും റസൂൽ അള്ളാഹിനെ കുറിച്ചും പറഞ്ഞുകൊടുത്ത് നിന്നാ മതി. അതുപോലെ തന്നെ ഈ എന്താണ് തഖീഫും പാടില്ല. തഖീഫ് എന്ന് പറഞ്ഞാൽ കൈഫിയത്ത്. കൈഫിയത്ത് പറഞ്ഞ രൂപം പറയാം. അള്ളാഹിന്റെ രൂപം, അല്ലെങ്കിൽ അള്ളാഹു അർശിൽ ഇസ്തിവ ചെയ്യുന്നു. എങ്ങനെ വെച്ചാൽ ഇപ്പൊ നമ്മൾ കസേര കുത്തിരിക്കുന്നത് പോലെ എന്ന നിലക്ക് രൂപം പറയാൻ പാടില്ല. കൈഫിയത്ത്. അതാണ് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമാം മാലിക്കിന്റെ സദസ്സിൽ ഒരാൾ ചോദിച്ചു, എന്ത് ഈ വിഷയം ചോദിച്ചപ്പോ ഇമാം മാലിക് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയത്തു മജ്ഹൂലുൻ. എന്നല്ലത് എങ്ങനെയെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അത് അള്ളാന്റെ മഹത്വത്തിന് യോജിക്കുന്ന രീതിയിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൽ ഈമാനു ബിഹി വാജിബുൻ. അള്ളാന്റെ അർശിന്റെ മീതെ ഫൗഖൽ അർശ് അതാണ്, അല്ലെങ്കിൽ അവിടെ ഇസ്തിവ ആണ് എന്നത് വിശ്വസിക്കൽ വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ. എങ്ങനെ ഇപ്പൊ അവിടെ ഉള്ള കുത്തിരിക്കണം, നമ്മൾ കുത്തിരിക്കണ മാതിരിയാണോ? എപ്പോഴാ പള്ള ഇറങ്ങുക, അപ്പൊ പിന്നെ എപ്പോഴാ കേറുക എന്നൊക്കെ പരിഹസിക്കുന്ന രീതി ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് പറയുന്നത് ബിദ്അത്താണ്. അവസാനം കാണാ ആ ചോദ്യം ചോദിച്ചാൽ സദസ്സിനെ പിടിച്ച് പുറത്തേക്ക് എറിയാൻ പറഞ്ഞു. ഓനെ സദസ്സ് കാണരുതെന്നാണ്. നമ്മളെങ്ങാനും ചോദ്യം ചോദിച്ചിട്ട് ഇസ്ലാമിക വിരുദ്ധ ചോദ്യം ചോദിച്ചിട്ട് സദസ്സിന് പുറത്താക്കിയ പിന്നെ നമ്മളാൾക്കാരനെ പറയും, നിങ്ങൾ എന്ത് മനുഷ്യനെ, നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം വരാനല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ ചോദിക്കും അല്ലെ? എന്നാൽ ശരിക്ക് ബിദ്അത്തിന്റെ ആളുകളെ സദസ്സിലിരിക്കാൻ പാടില്ല എന്നത്ര, ബിദ്അകളെ അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തെളിവാണത്. അഹ്ലുസുന്ന അങ്ങനെ പഠിപ്പിക്കണം. തയ്യിബ്. അപ്പൊ തഖീഫ് പാടില്ല. രണ്ടാമത്തെ തശ്ബീഹ്. തശ്ബീഹ് എന്ന് പറഞ്ഞാല് ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അത് ഇന്ന പ്രകാരമാകുന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിലാകുന്നു എന്ന് പറയാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. നാലാമത്തെ കാര്യം തഅ്തീൽ. തഅ്തീൽ പാടില്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അതൊക്കെ വെറും ഒരു എന്താ പറയാ പൊട്ടത്തരം വരുന്നതാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. ആ രീതിയിലേക്കുള്ള നിഷേധം പാടില്ല. അതുപോലെ എന്താണ് അതിന് രൂപം പറയാനും പാടില്ല. പിന്നെ തംസീൽ ഉദാഹരണം പറയാം, ഇങ്ങനൊന്നും പറയാൻ പാടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഉദാഹരണം പറയാതെ, സാദൃശ്യപ്പെടുത്താതെ, രൂപം പറയാതെ, വിശദീകരിക്കാതെ, ദുർവ്യാഖ്യാനിക്കാതെ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കാം. അത് രസകരമായൊരു സംഭവമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ കൈഫിയത്ത് എങ്ങനെയെന്ന് ചോദിച്ചു. അതിന് ഒരാൾ നിഷേധിക്കുന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഷെയ്ഖ് അദ്ദേഹത്തോട് തിരിച്ചു വെച്ച്, നീ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? അള്ളാഹിന്റെ രൂപം എങ്ങനെ നിനക്കറിയുമെന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ അള്ളാഹ് ഇറങ്ങണത് എങ്ങനെയെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കുക? എങ്ങനെ അതിന്റെ രൂപം എങ്ങനെ അറിയാം? അതങ്ങനെ തന്നെ വിശ്വസിക്കാം. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. അഹ്ലുസുന്നയുടെ അരികിൽ ഇതിന്റെ ഉത്തരം സിമ്പിളാണ്. എന്തായാലും ചുരുക്കി പറഞ്ഞാല് അഖീദത്തുൽ വാസിത്തിയിൽ ഈ വിഷയം വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ ഉലുവ്,
അഥവാ എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് അള്ളാഹു എന്ന് സ്ഥിരപ്പെടുത്തൽ എന്നൊരു ബാബ്, ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിന്റെ അഖീദത്തുൽ വാസിത്തിൽ അദ്ദേഹം കൊടുക്കുന്ന കാണാൻ പറ്റും. എന്നിട്ട് അതിന് കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ചർച്ച, അതായത് അദ്ദേഹം അവിടെ നടത്തിയ ചർച്ച ഏറ്റവും ലളിതമായി നമ്മൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പാകത്തിന് ലളിതമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഒന്നാമത്തത്, അള്ളാഹു എവിടെ എന്ന ചോദ്യത്തിന് അള്ളാഹിന്റെ ഖുർആൻ നൽകുന്ന മറുപടി അള്ളാഹ് എവിടെയെന്നാണ്? ഉപരിയിലാണെന്ന്. അതാണ് നമ്മളിപ്പോ വായിച്ചത് സൂറത്ത് മുൽക്കിലെ 16-17. ഈ ആയത്തുകളിൽ മൻഫിസ് സമാ എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതിനെതിരാണ്. അള്ളാഹു എവിടെയാണ്? ഫിസ്സമാ, അത് അർശിന്റെ ഉപരിയിലാണ് എന്നതാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അള്ളാഹു ആകാശത്തിലാന്ന് പറയുമ്പോ ഇന്ന് നാം കാണുന്ന ആകാശത്തിനകത്താണ് അള്ളാഹു എന്ന് പറയാൻ പാടില്ല. കാരണം ആകാശത്തെ കുറിച്ച് തന്നെ കൃത്യമായി എന്താണ് ശാസ്ത്രീയമായ സങ്കല്പങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ നമുക്കവിടെ വിഷയമല്ല. പക്ഷേ അള്ളാഹു ഈ ആകാശങ്ങളൊക്കെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ആകാശങ്ങളുടെ എല്ലാം ഉപരിയിലാണ്. അങ്ങനെ പറഞ്ഞാൽ ആകാശത്തിന്റെ ഒക്കെ മുകളിലാണ് കുർസി. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർള്. കുർസി, ആ കുർസിന്റെ മുകളിലാണ് അൽ അർശ്, അർശുള്ളത്. ആ അർശിന്റെയും മീതെയാണ് അള്ളാഹു, ഫൗഖൽ അർശ്. അതാണ്. അപ്പൊ എല്ലാറ്റിന്റെയും മീതെയാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് ഉലുവ്വു ദാത്ത് കൊണ്ട് അവൻ ഉന്നതനാണ്, ഉലുവ്വു സിഫാത്ത്, സിഫാത്ത് കൊണ്ട് അവൻ ഉന്നതനാണ്, ഉലുവ്വുൽ ഖദർ, അങ്ങനെ അതുപോലെ ഉലുവ്വുൽ ഖഹർ, അതീശാധികാര്യം, അതീശത്വം, എല്ലാം കൊണ്ടും അള്ളാഹു തആല ഉന്നതനാണ്. ദാത്തിലും എല്ലാ നിലക്കും അള്ളാഹു തആല ഉന്നതനാണ്. അതാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക്. അള്ളാഹു ആകാശത്തിലാണ് എന്നതിന്റെ വിവക്ഷ അവൻ ആകാശത്തിന്മേലാണ് എന്ന്, അതല്ലെങ്കിൽ അവൻ ഉന്നതിയിലാണ് എന്നുമാകാം. അപ്പോൾ ആകാശം എന്നതുകൊണ്ടുള്ള വിവക്ഷ എന്താണ്? നമ്മൾ ഈ കാണുന്നത് അർത്ഥത്തിലല്ല, പിന്നെ ഏറ്റവും ഉന്നതിയിൽ എന്നതാണ്. അതല്ലാതെ നാം കാണുന്ന ആകാശമല്ല. വളരെ കൃത്യം. അപ്പൊ എല്ലാറ്റിന്റെയും മീതെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആകാശം ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ ആലോചിക്കും, യുക്തി അനുസരിച്ച് തന്നെ പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പ്രപഞ്ചത്തിന് അതീതനായിരിക്കും എന്നത് സരളമായ യുക്തിയാണ്. അപ്പൊ നമുക്ക് തന്നെ സാധാരണ അറിയാം, പണ്ടതൊക്കെ ആളുകൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പന്ത്, ആ പന്ത് ഉണ്ടാക്കിയ ആള് പന്തിന്റെ ഉള്ളിലാ പന്തിന്റെ പുറത്തുണ്ടാവുക അല്ലെ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എവിടെയാണ്? പ്രപഞ്ചത്തിന് പുറത്താണ്. നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വിഷയങ്ങൾ തന്നെ ശരിക്കും പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ ആലോചിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാണ്, ഉന്നതങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാൻ എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. 1-2 ഇപ്പൊ 70-ാമത്തെ അധ്യായം സൂറത്തു അൽ മആരിജ്, അതിന്റെ 4-ാമത്തെ ആയത്ത്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട്, ഒരു നോട്ട് ബുക്കും പേനും കയ്യിൽ വെക്കണം. എന്തിനാണെന്നറിയോ? ഇങ്ങനത്തെ വിഷയങ്ങൾ ശരിക്കും പഠിക്കാനാണ്. അതുകൊണ്ട് ശരിക്കും എഴുതിയിരിക്കണം, നല്ലതാണ്. ഇവിടെ എന്താ ആയത്തറിയോ? തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറു 50,000 സന. 50,000 കൊല്ലത്തിന്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാക്കളും അവങ്കലേക്ക് കയറിപ്പോകുന്നു. എവിടൊക്കെ കയറിപ്പോണ്? എല്ലായിടത്തും പോകുന്നു എന്നല്ല പറഞ്ഞാൽ, കയറിപ്പോകുന്നു എന്നാണ്. ഈ ആയത്തിൽ മലക്കുകളും ആത്മാവും അള്ളാഹുവിങ്കിലേക്ക് കയറിപ്പോകുന്നു എന്നാണ് പറയുന്നത്. അതിന് തന്നെ മനസ്സിലാക്കുക, അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളത് ശരിയല്ല. അള്ളാഹ് എവിടെയാണ്? ഫിസ്സമാ അഥവാ ഫൗഖൽ അർശ്. എപ്പോഴും ഫിസ്സമാ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ആകാശത്തെ കുറിച്ചല്ല, 7 ആകാശത്തിന്റെയും മീതെ. പിന്നെ വെള്ളത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ മീതെ കുർസി, അതിന്റെ മീതെ അർശ്, അതിന്റെ മീതെയാണ് ആര്? ഫൗഖൽ അർശ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കത് വിദൂരാണ്, പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. ഇനി 32-ാം അധ്യായം സൂറത്ത് സജ്ദ, അതിന്റെ 5-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ച, ഇവിടെ സൂറത്ത് സജ്ദ ഇവിടെ പഠിച്ചില്ലേ? അതിലുണ്ട് എന്ത്? യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. അവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നതാണ്.
എല്ലായിടത്തും നിന്നിട്ട് എല്ലായിടത്തേക്കും നല്ല പറഞ്ഞത്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചേക്കുന്നു. പിന്നീട് ഒരു ദിവസം കാര്യം അവങ്കലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ആ ദിവസത്തിന്റെ അളവ്. എത്ര! ഇനി നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 49-50 ആയത്തുകൾ. അവിടെ കാണാം, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബത്തിൻ വൽ മലായിക വഹും ലാ യസ്തക്ബിറൂന യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ ഏതൊരു ജീവിയും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു, മലക്കുകളും സുജൂദ് ചെയ്യുന്നു. അവർ അഹങ്കാരം നടിക്കൂല. അവർക്കു മീതെയുള്ള അവരുടെ റബ്ബിനെ, അവർക്കു മീതെയുള്ള, എല്ലായിടത്തുണ്ട് എന്നല്ല പറഞ്ഞത്, അവർക്കു മീതെയുള്ള അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുകയും കൽപ്പിക്കപ്പെടുന്നതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മലക്കളുടെ പ്രത്യേകത പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അവർക്ക് മീതെയുള്ള. അപ്പോ അള്ളാഹു ഉപരിയിലാണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ്. സൂറത്ത് ആലി ഇമ്രാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ അള്ളാഹു താല അദ്ദേഹത്തെ ഏറ്റെടുക്കുമെന്നും തന്റെ അടുക്കലേക്ക് ഉയർത്തുമെന്നും പറഞ്ഞത് കാണാൻ പറ്റും. അള്ളാഹു ഉപരിയിലാണെങ്കിൽ മാത്രമാണല്ലോ അങ്ങനെ പറയാൻ പറ്റുക. അള്ളാഹ് എല്ലായിടത്തുണ്ടെങ്കിൽ ഉയർത്തി എന്ന് പറയോ നമ്മള്? അള്ളാഹ് ഉപരിയിലാണ്, അതുകൊണ്ടാണ് ഉയർത്തുക. നോക്കൂ ആയത്തെന്താ? ഇത് ഖാല അല്ലാഹു യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم ബൈനകും ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. അല്ലാഹു തആല പറയാണ്, അല്ലാഹു പറഞ്ഞ സന്ദർഭം, ഓ ഈസ, തീർച്ചയായിട്ടും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എന്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികൾ നാം നിന്നെ ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഖിയാമത്ത് നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നോക്കി, അവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതാണ്. അള്ളാഹു ഉയർത്തിയില്ലേ? അള്ളാഹു ഉയർത്തി. എന്താ വാക്ക്? ബർറഫഅഹുല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം അതാണ്. ബർറഫഅഹുല്ലാഹു ഇലൈഹി എന്നാൽ അദ്ദേഹത്തെ ഈസയെ അലൈഹിസ്സലാം അള്ളാഹു അവനിലേക്ക് ഉയർത്തുക എത്ര ചെയ്തത്? അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നാണ്. എത്ര സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 10-ാമത്തെ ആയത്തിൽ കാണാം, എന്ത്? മൻ കാന യുരീദുൽ ഇസ്സ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സാലിഹു യർഫഉഹു. ആരെങ്കിലും ഇസ്സത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം ഇസ്സത്തൊക്കെ അള്ളാന്റെ അധീനത്തിലാക്കണം. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹുവിലേക്കാണ് ഉത്തമ വചനങ്ങൾ കയറിപ്പോകുന്നത് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, വാക്കാലോചിച്ച് നോക്കണം. ഖുർആന്റെ ലാഹിറിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യത്താണ്. മാത്രമല്ല, നല്ല പ്രവർത്തനത്തെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. എല്ലായിടത്തും വിടുന്നു എന്നല്ല പറഞ്ഞത്, എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നത് പൊട്ടത്തരാന്ന് ഇവിടെ തന്നെ മനസ്സിലാക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി വചനങ്ങളുടെ ഹദീത്തുകൾ നമുക്ക് ഈ കാര്യം കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തില് ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു സംഭവം കുറെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. അതായത് ഒരിക്കല് ആ സ്ത്രീ ആട് മേയിച്ചടക്കണ ഒരു അടിമ പെണ്ണ്, ഇത് മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു തആല പറയാണ്, ഉഹദ് ഭാഗങ്ങളിൽ, ഉഹദ് നടന്ന യുദ്ധം നടന്ന ഭാഗത്ത് ആടിനെ മേയിച്ച് നടക്കുന്ന ഒരു അടിമ പെണ്ണ് എനിക്കുണ്ടായിരുന്നു എന്നാണ്. ഒരിക്കല് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കഥയും കൂടിയാണ്. അതൊരു കഥയും കൂടിയാണ്. കഥ പറയുന്നത് ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. ഒരിക്കല് ആ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒന്നിനെ ചെന്നായ പിടിക്കുന്നത് ഞാൻ കണ്ടു. ആര്? ആടിന്റെ മുതലാളിയായ സ്വഹാബി കണ്ടു. ആടിനെ നോക്കുന്നത് ഒരു സ്ത്രീയാണ്, അടിമ സ്ത്രീയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനാണ്, ജനങ്ങൾക്ക് ദുഃഖകരമായ കാര്യങ്ങൾ എനിക്കും ദുഃഖകരമാണ്. അങ്ങനെ ഞാൻ അവളെ നല്ലൊരു അടിയനടിച്ചു. കാരണം അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ തദ്രിബു ഇമാ അല്ലാഹ്, അടിയാത്തികൾ നിങ്ങൾ തല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അടിച്ചുപോയി. അങ്ങനെ ഞാൻ നബിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അതിന്റെ ഗൗരവം എന്നെ ബോധ്യപ്പെടുത്തി. ആര്? അള്ളാന്റെ റസൂല് അടിമ സ്ത്രീയെ തല്ലുന്നതിന് അല്ലെങ്കിൽ അടിമകളെ തല്ലുന്നതിന്റെ ഗൗരവം എന്നെ ബോധിപ്പിച്ചു. അപ്പോ ഞാൻ ചോദിച്ചു, നബിയെ, ഞാൻ അവളെ മോചിപ്പിക്കട്ടെ, അവളെ ഞാൻ മോചിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളെ അങ്ങോട്ട് കൊണ്ടുവരൂ. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുചെന്നു. അപ്പൊ നബി ചോദിച്ചു, ചില ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, ഫലസ്തീൻ, ചെച്ചിനിയ, ബോസ്നിയ, അങ്ങനെ എങ്ങനെ. ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹ് എവിടെയാണെന്നാണോ?
ഒരിക്കലും ഇഖ്വാനി എന്ന് പറഞ്ഞാൽ പച്ച ഖവാരിജിസത്തിന്റെ പ്രാക്ടിക്കലാണ് ഇഖ്വാനികൾ. ഒരിക്കലും ഇഖ്വാനി എഴുതാണ്, ഞാനൊരു ഷെയ്ഖിന്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഷെയ്ഖ് അവിടെ ചർച്ച ചെയ്യുന്നത് അള്ളാഹു എവിടെയാണെന്നാണ്. ഉമ്മത്ത് മുസ്ലിമയുടെ കാര്യം വളരെ പരിതാപകരമായി കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചർച്ച എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയത്. കാരണം ഓനല്ല എവിടെയാലും ഒരു പ്രശ്നമല്ല, ഓന് നാട്ടിൽ ഫിത്തന ഉണ്ടാക്കലും മാത്രമേ പ്രശ്നമുള്ളൂ. രാജ്യം പിടിച്ചടക്കുക, നല്ല നിലക്ക് പോയിരുന്ന ഫലസ്തീന്റെ ഇടയിൽ കൊണ്ടിട്ട് ഫിത്തന ഉണ്ടാക്കിയിട്ട് ഓൻ അണ്ടർഗ്രൗണ്ടിലിരിക്കും, ജനങ്ങളെ പുറത്തേക്ക് കൊടുക്കും. ഒരു ചോദിക്കാണ്, പത്രക്കാരൻ ചോദിച്ചു, അല്ല ജനങ്ങളുടെ സുരക്ഷിതങ്ങൾക്ക് അത് UN നോക്കിക്കൊള്ളുന്നു. വല്ലാത്തൊരു ഉളുപ്പനാണ്. ഓനടിയിൽ എലികളമാരി മാളത്തില് പുറത്ത് ജനങ്ങള് പീഡിപ്പിക്കപ്പെടാം, കൊന്നു തള്ളി ലക്ഷക്കണക്കിന് സാധുക്കളെ. അള്ളാഹു മരണപ്പെട്ടവർക്കൊക്കെ ഷഹാദത്തിന്റെ കൂലി നൽകുമാറാകട്ടെ. ഇതാണ് ഖവാരിജികളുടെ ആധുനിക പ്രാക്ടിക്കലായി ജീവിക്കുന്ന ഇഖ്വാനികൾ. വളരെ വലിയ ഷർറാണ്. ഇവര് വലിയ ഫിലോസഫി പറയാം. അള്ള എവിടെ എന്നുള്ള ഒരു ചർച്ചയാക്കണം. അപ്പൊ നമ്മളിന്ന് അള്ള എവിടെ എന്നുള്ളതിന്റെ ചർച്ച അത് നേരെ അറിയാത്തോണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. സുബ്ഹാനക അലീം അയിനല്ലാ എന്ന് ചോദിക്കണം എന്തിനാ? ഇവിടെ നബി ചോദിക്കണം അയിനല്ലാ. ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ആര്? ആ സ്ത്രീ മുഅ്മിനത്താണ്. അവള് പറഞ്ഞു ഫിസ്സമാ. എന്താണ് ആ സ്ത്രീ മനസ്സിലാക്കിയത്? അള്ളാഹു എവിടെയെന്ന് പറഞ്ഞു? തൂണിലും തുരുമ്പിലും ദൈവമിരിപ്പോ. അങ്ങനെയാണോ? അള്ളല്ലോടത്തുണ്ടെന്നാണോ? അല്ല. ആ സ്ത്രീ മനസ്സിലാക്കിയത്, ആടിനെ മേക്കുന്ന ഇടയത്തിയായ അടിമപ്പെണ്ണ് മനസ്സിലാക്കിയത് അള്ളാഹു ഇവിടെ ആകാശത്ത് അഥവാ അർശിന്റെ മീതെയാണെന്നാണ്. ഖാല, അപ്പൊ നബി ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ്? ഖാലത്ത്, അവള് പറഞ്ഞു, അൻത റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവള് 2 ഷഹാദത്തും സാക്ഷ്യം വഹിച്ചപ്പോ 2 ഷഹാദത്തിനും അവള് സാക്ഷ്യം വഹിച്ചു. ഖാല, അപ്പ നബി പറഞ്ഞു, അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനത്തുൻ. അവളെ മോചിപ്പിച്ചേക്ക്, അവളാരാണ്? വിശ്വാസിനിയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 537 നമ്പർ ഹദീസാണ്. അപ്പോ മുഅ്മിനത്തായ ഒരു സ്ത്രീയുടെ വിശ്വാസം എന്താ? എവിടെയെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി അടുക്കളപ്പണിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. എന്തിനപ്പ അള്ളാഹ് ആകാശത്താണ് ഭൂമിയിലാ നോക്കണത് എന്നല്ല. മുഅ്മിനത്തായ ഒരു സ്ത്രീയുടെ വിശ്വാസം അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ, നമ്മളെ പൊരയില് 90 വയസ്സുള്ള വല്യമ്മയും പറയേണ്ട ഉത്തരം ഫിസ്സമാ. ഈ വിശ്വാസത്തിലേക്ക് നമ്മുടെ സ്ത്രീകൾ വന്നിട്ടില്ലെങ്കിൽ മഹാ അപകടമാണ്. അവർ അള്ളാഹനെ മനസ്സിലാക്കിയിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാല് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4351 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ തഅ്മനൂനി വ അന അമീനുൻ മൻ ഫിസ്സമാ. ചോദ്യങ്ങൾ, വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്നെ വിശ്വാസല്ലേ? ആകാശത്തിലുള്ളവന്റെ വിശ്വസ്തനാകുന്നു ഞാൻ. നബി എന്താ മനസ്സിലാക്കി? എല്ലായിടത്തുണ്ടെന്നാണോ? അല്ല. നബി പഠിപ്പിച്ചെന്താ? ആകാശത്ത് അന അമീനുൻ അമീനു മൻ ഫിസ്സമാ. ആകാശത്തിലുള്ളവന്റെ വിശ്വസ്തനാകുന്നു ഞാൻ. എന്നെ നിങ്ങൾക്ക് വിശ്വാസല്ലേ എന്നാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരിയുടെ 1145 നമ്പർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല السماء الدنيا حين يبقى ثلث الليل الآخر يقول من يدعوني فأستجيب له من يسألني فأعطيه من يستغفروني فأغفر له. ഇതിന് 2 വശമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മളെ വിഷയമായിട്ട് ബന്ധമുണ്ട്. 2, നമ്മളുമായിട്ട് ബന്ധമുണ്ട്. എന്തൊക്കെ പോയിന്റ്? അല്ലാഹു തആല നമ്മുടെ റബ്ബ്, നന്മ നിറഞ്ഞ റബ്ബ്, എല്ലാ രാത്രിയിലും രാത്രിയുടെ 1/3 ഭാഗം അവശേഷിക്കുന്ന സമയത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അതായത് ഇലസമാഇ ദുനിയ, നമ്മൾ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. അവൻ ചോദിക്കും, ആരെങ്കിലും എന്നെ വിളിച്ച് ദുആ നടത്തുന്ന പക്ഷം ഞാൻ അവന് ഉത്തരം നൽകാം. ആരെങ്കിലും എന്നോട് ചോദിക്കുന്ന പക്ഷം ഞാൻ അവന് നൽകും. ആരെങ്കിലും എന്നോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന പക്ഷം ഞാൻ അവന് പുറത്തു കൊടുക്കും. ഇതിന്റെ ഒരു മറുവശം, 2ാമത്തെ വശം എന്താ അറിയോ? ഈ പണി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇവിടെ വിഷയത്തിന്റെ ഭാഗം എന്താണ്? അള്ളാഹു ഉപരിയിലായതുകൊണ്ടാണ് അവൻ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ചുറ്റും എല്ലായിടത്തും ആണെങ്കിൽ 1ാം ആകാശത്തിലേക്ക് കയറി പോകുന്നല്ലേ പറയേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത്? ഇറങ്ങി വരുന്നു എന്നാ. അപ്പം നമ്മളെ ബുദ്ധിക്ക് യോജിക്കൂല. ബുദ്ധി പറയുന്നത് എങ്ങനെ പൊല്ലോ അങ്ങനെ ഇറങ്ങാം? അപ്പൊ അവിടെ ഒരു സ്പേസ് വേണ്ടേ?
അപ്പൊ അള്ളാഹ് ഇറങ്ങുമ്പോ അവിടെ ബാക്കിയാവൂലേ? അപ്പൊ എപ്പോഴാ കേറല്? ഇന്ത്യയില് നേരം വെളുക്കുമ്പോ അമേരിക്കയില് രാത്രിയില്ല. അപ്പൊ ഇവിടെ ഇറങ്ങുമ്പോ അവിടെ എപ്പോഴാ ഇറങ്ങാ? അവന്റെ വല്ലാത്തൊരു ബുദ്ധി. ആ ബുദ്ധിക്കാണ് പേരോഡിയൻ ബുദ്ധി എന്ന് പറയാം. ഖുറാഫി ബുദ്ധി, പിഴച്ച ബുദ്ധി. കൂട്ടരെ സമയവും സ്പേസും ഒക്കെ നമ്മക്കല്ലേ, അള്ളാഹ്ക്ക് എന്താ? അത് ആലിക്കുള്ള കോമൺ സെൻസ് കൂടി ഇല്ല. ഭയങ്കര സയന്റിഫിക്കലായിട്ട് ചിന്തിക്കാണ്. സത്യത്തിൽ ഒരു ദീനും അറിയില്ല, സയൻസും അറിയില്ല. അതാ രസം. സ്പേസിനെ കുറിച്ച് തന്നെ പറയുമ്പോ കുറെ പറയാണ്ട്. അത് വേറെ ലോകാണ്. ഈ സംഗതി എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വഴിയാണ്, ഉപരിയിലാണ്. ഇനി നോക്കി എത്ര ഹദീസുകൾ നമ്മൾ കാരുണ്യ പ്രവർത്തനത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹദീസാണ്. എന്താ? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ അഹ്ലൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. അത് വ്യത്യസ്ത റിവായത്ത് കാണാൻ പറ്റും. കാരുണ്യവാന്മാരിലാണ് അള്ളാഹു കരുണ ചൊരിയുക. അള്ളാഹു തആല നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാട്ടെ. എന്താണ്? നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കുന്നതാണ്. ഇതിനെ ഇവരെന്ത് ചെയ്തറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ അന്യത്ര വ്യാഖ്യാനം നടത്തി. എന്ത്? തഹരീഫ് നടത്തി. ഇവര് എന്താക്കിയെന്നറിയോ? ഈ യദുള്ള എന്നതിന് ഔദാര്യവാനാണെന്ന് വ്യാഖ്യാനിച്ചില്ലേ എന്നതുപോലെ ഇവരിതിന് തഅ്വീല് ആണെന്നും പറഞ്ഞിട്ട് തഹരീഫ് നടത്തി. എന്താണ്? ആകാശത്തുള്ളവൻ എന്നതിന് അവർ ആകാശത്തുള്ളവർ എന്നാക്കി മാറ്റിയ വിരുദ്ധന്മാരൊക്കെ ഉണ്ട്. ആകാശത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ആരാ കൂടുതൽ? മലക്കുകൾ ആകാശത്തല്ലേ? അവരുടെ മലക്കുകളാണ് എന്ന് പറയാൻ വേണ്ടി വരെ തൂലിക ചലിപ്പിച്ച മഹാ വിഡ്ഢികളുണ്ട് എന്നർത്ഥം. അള്ളാഹു താല അത്ര ശർല നമ്മളെ കാത്തുരക്ഷിക്കുമാറാട്ടെ. ഇനി നോക്കൂ, വീണ്ടും ഇമാം മുസ്ലിം 1436 നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി പറയണം, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, മാ മിൻ റജുലിൻ യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ. അത് സൂപ്പർ പരിപാടിയാണ്. നമ്മളെ സ്ത്രീകൾക്ക് കേൾക്കേണ്ട വിഷയം എന്തറിയോ? യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹാ ഫതഅബാ അലൈഹി ഇല്ലാ കാന അല്ലദീ ഫിസ് സമാഇ സാഖിതൻ അലൈഹാ ഹത്താ യർദ അൻഹാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ റബ്ബാണ് സത്യം, ഒരാൾ തന്റെ ഭാര്യയെ തന്റെ വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ ഭർത്താവ് അവളിൽ തൃപ്തിപ്പെടുന്നതുവരെ ആകാശത്തുള്ളവൻ അവളിൽ കോപിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യം കിട്ടിയേ ഹദീസിൽ നിന്നൊക്കെ. രണ്ട് ഫായിദ ഉണ്ട്. ഒന്ന്, അള്ള എവിടെയാണ്? നിങ്ങൾ ഉറങ്ങിയോ? അള്ള എവിടെ മക്കളെ? ഫിസ്സമ. എവിടെ? ഫിസ്സമ എന്ന് പറഞ്ഞാൽ അർശിന്റെ മീതെ അല്ലെ. രണ്ടാമത്തത് എന്താ കിട്ടിയത്? കല്യാണം കഴിച്ച മുഴുവൻ ആളുകൾക്കും മനസ്സിലായി, പ്രത്യേകിച്ച് സ്ത്രീകള് അവരുടെ അമാനത്താണ് ഏത്? ഭർത്താവിന് ഒരുങ്ങിക്കൊടുക്കുക എന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി 6878 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഞാൻ എന്റെ മലയാളം മാത്രം പറയാണ്. നല്ലതല്ലാതെ യാതൊന്നും അള്ളാഹുവിങ്കിലേക്ക് കയറിപ്പോകില്ല. അല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു എന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് കാണാം. നല്ലതല്ലാത്തതൊന്നും ഇവിടെ കയറിപ്പോല, അപ്പോഴും കയറിപ്പോല എന്നാണ്. കയറിപ്പോണെങ്കിൽ അള്ളാഹ് എവിടെയാണ്? ഫിസ്സമാ. അതുപോലെ ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ സ്വഹീൽ 555 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈൽ വമലായികത്തുൻ ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വസ്വലാത്തിൽ അസ്ർ ثم يعرج الذين باتوا فيكم فيسألهم وهو أعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون وأتيناهم وهم يصلون. അല്ലാഹു ഈ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്തത് പറയുന്നറിയോ? രാത്രിയും പകലും നിങ്ങളുടെ അടുക്കലേക്ക് മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അസർ നിസ്കാരവേളയിലും സുബ്ഹി നിസ്കാരവേളയിലും അവരെല്ലാവരും സമ്മേളിക്കും. ഇന്നൊരു അസർ കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് നാളെ ഒരു സുബ്ഹി ഉണ്ട്. അന്നേരം പിന്നീട് നിങ്ങളോടൊപ്പം താമസിക്കുന്നവർ മേൽപോട്ട്, എന്താ വാക്കെന്നറിയോ? സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും. അവര് മേൽപോട്ട് കയറി പോകുന്നതാണ്. എവിടേക്ക് അവർ കയറി പോണത്? മലഉൽ അഅല, ഉന്നതങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് ചോദിക്കും ആ ദാസന്മാരെ കുറിച്ച്. അള്ളാഹ്ക്ക് അവരെ കുറിച്ച് പൂർണ്ണ ജ്ഞാനുണ്ട്. എന്നാലും ചോദിക്കാണ്, എന്റെ ദാസന്മാരെ നിങ്ങൾ വിട്ടുപോരുമ്പോൾ അവരുടെ സ്ഥിതി എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, എനിക്ക് മനസ്സിലായി. അതായത് പെരിന്തൽമണ്ണക്കടുത്തുള്ള കക്കൂത്ത് പള്ളിന്ന്
നിങ്ങൾ അസറിനും സുബീക്കും നിങ്ങൾ അവരെ വിട്ടിട്ട് എന്റെ അടുത്തേക്ക് പോരുമ്പോ ഇവിടെ ഇരിക്കണ മനുഷ്യന്മാരെ ഹാലെന്തായിരുന്നു? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ തിരിഞ്ഞ ഇപ്പോഴും മനസ്സിലായില്ലേ? അപ്പോ അള്ളാഹു താലയുടെ പ്രവാചകന്മാർ, അള്ളാഹു താലയുടെ മുർസലീങ്ങളായ മലായിക്കത്തുകൾ വരികയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ കക്കൂത്തുള്ളവർ നിസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴും അവർ നിസ്കരിക്കുക തന്നെയാണ്. ഇപ്പൊ ഒന്നുകൂടി കറക്റ്റായില്ലേ? അവിടെ ആലോചിച്ച് ഇതിൽ പോയിന്റ് എന്താന്ന് വെച്ചാല് അള്ളാഹുവിലേക്ക് കയറി പോകുന്നു എന്നാണ്. രണ്ടാമത്തത് പ്രധാനപ്പെട്ട നിസ്കാരങ്ങളും ആ സമയത്ത് മലക്കുകൾ ഹാജരാകുന്നതും ഇതിൽ പഠിപ്പിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീത്ത് കാണാം സ്വഹീഹ് മുസ്ലിമിൽ 263. ഞാൻ ചുരുക്കിയിട്ട് കുറച്ച് മാത്രം ക്രോഡീകരിച്ചാണ്. ഇതിങ്ങനെ വിശദീകരിച്ച മണിക്കൂർ പറഞ്ഞാലും തീരൂല, അത്രയും വിഷയങ്ങളുണ്ട്. നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഈ ഒരായത്തിന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര അത്രയും വിശാലാണ്. നബി പറയാണ്, പകലിലെ കർമ്മങ്ങൾക്ക് മുമ്പേ, പകലിലെ മനുഷ്യന്റെ അമലുകൾക്ക് മുമ്പേ രാത്രിയിലെ അമലുകൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ്. ആരിലേക്ക്? പരത്തപ്പെടുന്നു എന്നല്ല പറഞ്ഞത്, പിന്നെ ഉയർത്തപ്പെടുന്നു അള്ളാഹുവിലേക്ക്. അപ്രകാരം രാത്രിയിലെ കർമ്മങ്ങൾക്ക് മുമ്പായി പകലിലെ കർമ്മങ്ങളും അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു. എവിടേക്ക്? ഫിസ്സമാ. എത്ര സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള, കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ കേൾക്കാൻ പറ്റാത്തൊരു വിഷയമാണ് ഹജ്ജത്തുൽ വദാ. ഹജ്ജത്തുൽ വദാഇനെ കുറിച്ച് ജഅഫർ ഇബ്നു മുഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില്, ദീർഘമായ ഹദീസാണ്, അതിനകത്ത് ഇങ്ങനെ കാണാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആ പ്രസംഗം, അതില് ശേഷം നബി ഇങ്ങനെ ചോദിക്കാണ്, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്ന സഹാബികളോട് പറയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുത്ത ആളുകളോട് നബി പറയാണ്, അന്നേരം എന്താണ് നിങ്ങൾ മറുപടി പറയുക? അപ്പൊ അവര് പറഞ്ഞു, അവിടുന്ന് ഞങ്ങൾക്ക് ദഅവത്ത് ചെയ്യുകയും അവിടുത്തെ ദൗത്യം നിർവഹിക്കുകയും അവിടുന്ന് ഞങ്ങൾക്ക് സതുപദേശം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഇതിന്റെ ലഫ്ലുകൾ അറബി നമുക്ക് ഇപ്പൊ ഓർമ്മയിൽ വരുന്നുണ്ടാവും, നമ്മൾ പലപ്പോഴും കേൾക്കണാണ്. ആ സമയത്ത് നബി ചോദിക്കും, എന്ത്? നബി പറയുന്ന വിഷയം എന്താ അറിയോ? നബി തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്കും ജനങ്ങളുടെ നേരെയും മാറി മാറി ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒരിക്കലും നാലുപുറത്തേക്കും ഇങ്ങനെയല്ല, ആകാശത്തേക്ക് ചൂണ്ടും ജനങ്ങളിലേക്ക് ചൂണ്ടും. എന്നിട്ട് പറയും, എന്ത്? അല്ലാഹുവേ നീ സാക്ഷ്യം, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. എവിടേക്കാ നബി വിരലുകൊണ്ട്? ആകാശത്തേക്കാണ്. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സർവവ്യാപിയാണ് എന്നല്ല. സർവവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അസ്തിത്വം കൊണ്ട് സന്നിഹിതനായിട്ടുള്ളവൻ എന്നല്ല. പിന്നെ ഫിസ്സമാ, ആകാശത്തിന് അർശിന്റെ മീതെയാണ് എന്നാണ്. ഈ സംഭവത്തിന് സാക്ഷിയായ സ്വഹാബികളുടെയും വിശ്വാസത. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് മുഹമ്മദ് നബി മാത്രം പഠിപ്പിച്ച കാര്യമാണോ? അല്ല. അള്ളാന്റെ ദീന് ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് കടന്നു വന്ന നബിമാരുടെ ഒക്കെ വിശ്വാസതാണ്. എത്രത്തോളം നിങ്ങള് നബിമാർക്ക് മുമ്പുള്ള പ്രവാചകന്മാരും അള്ളാഹു ഉപരിയിലാണ് എന്ന് മനസ്സിലാക്കിയവരും പ്രബോധനം ചെയ്തവരുമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 40-ാമത്തെ അധ്യായം സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്ത് മുഅ്മിൻ, അതിന്റെ 36 മുതൽ 37 വരെയുള്ള ആയത്തിൽ കാണാം, വഖാല ഫിർഔനു യാ ഹാമാനു ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ السماوات فاطلع إلى إله موسى وإني لأظنه كاذبا وكذلك زين لفرعون سوء عمله وصد عن السبيل. എന്നിങ്ങനെ പറഞ്ഞു. ഫിറഔൻ പറഞ്ഞു, ഹാമാനെ, മന്ത്രിയാണ്, എനിക്ക് ഒരു ഉന്നത സൗധം പണിതു തരിക. വലിയൊരു ബുർജ്, നമ്മുടെ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ ഒരു ബുർജ്, വലിയൊരു സാധനം. എന്തിനാണെന്നറിയോ? ഞാൻ ആ വഴികളിലൊന്ന് എത്തട്ടെ, അത്രയും ഉന്നതങ്ങളിലേക്ക്. എന്തിനാണെന്നറിയോ? ആകാശത്തിന്റെ വഴികളിൽ ഉന്നതിയിലേക്കാണ്. എന്നിട്ട് അങ്ങനെ മൂസയുടെ ദൈവത്തെ, ഇലാഹിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ. സംഗതി മൂപ്പര് പരിഹസിച്ചാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞെന്തറിയോ? എനിക്ക് കൊട്ടാരം വലുതാക്കി തരും, ഞാൻ 4 പുറത്തേക്കൊന്ന് നോക്കട്ടെ എന്നല്ല പറഞ്ഞ. വളരെ കൃത്യമാണ്. അപ്പൊ സർവവ്യാപിയായ ഒരു അള്ളാഹിനെ കുറിച്ചല്ല, ഉപരിയിലുള്ള അള്ളാഹിനെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന് പരിചയപ്പെടുത്തിയത്. എത്രത്തോളം അറിയോ? അള്ളാഹുവിനൊരു സത്തയുണ്ട് എന്നും അവൻ 7 ആകാശങ്ങൾക്കും മീതെ അവന്റെ സത്തക്ക് ദാത്തിന് യോജിച്ച രീതിയിൽ
ഉപരിയിലാണ് എന്നും ഈ ആയത്തുകളെന്നും ഹദീസുകളൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തവനാണ് എന്നതും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാലും ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവൻ അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇർതഫഅ വഅലാ എന്നാണ്. അതായത് അർശിന്റെ മീതയായി എന്നാണ് അതിന്റെ മാന. ഇത് നമ്മൾ ഇതിനോട് ചേർന്ന് പഠിക്കേണ്ടതാണ്. എത്രത്തോളം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹു ആകാശത്തിലാണ് അഥവാ ഉപരിയിലാണ് എന്ന് സ്വഹാബികളും അവരെ പിന്തുടർന്ന ഉത്തമരായ തലമുറകളിലുള്ള ആളുകളും ശേഷമുള്ള അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രം 1-2 സംഭവങ്ങൾ പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ ഉമ്മത്തിലെ ഒന്നാമൻ, വിശ്വാസികളിൽ ഒന്നാമൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എപ്പോന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാല്, ഇമാം ബുഖാരി തന്റെ താരീഖിൽ ഉദ്ധരിച്ച് കാണാം, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിച്ചെങ്കിൽ അദ്ദേഹം ഇതാ വഫാത്തായിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഫിസ്സമാഇ ഹയ്യുൻ ലാ യമൂത്ത്. എന്താണ് അബൂബക്കർ തന്നെ മനസ്സിലാക്കിയത്? അള്ളാഹ് ലോടുത്തുണ്ടെന്നാണോ? അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ആരെങ്കിലും അള്ളാഹുവിനെയാണ് ഇബാദത്ത് എടുക്കുന്നെങ്കിൽ അള്ളാഹു ആകാശത്ത് മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാകുന്നു എന്നാണ്. മഹാനായ ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട പേരുകളാണ്. ഇമാം ഔസാഇ എന്ന് പറഞ്ഞാൽ ശരിക്ക് ജഹ്മിയാക്കളുടെ ഫിത്തന വന്ന കാലഘട്ടത്തിൽ അഹ്ലുസുന്നത്തിന് വേണ്ടി പ്രതിരോധിച്ച മഹാനാണ്. നമുക്കൊന്നും ഇതൊന്നും അറിയില്ല. നമുക്ക് നാട്ടിൻപുറത്തുള്ള 2 ഖുറാഫി കുബൂരികളെ വിഷയം മാത്രമേ അറിയുള്ളൂ. അഹ്ലുസുന്ന വന്ന വഴികൾ ശരിക്കും പഠിച്ചാണ്ടല്ലോ നമ്മളെ കയ്യും കാലും മറക്കും. ഇമാമിങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ റഹിമഹുല്ലാന്ന് എന്തായാലും പറയും ബഹുമാനത്തോടു കൂടി. നമ്മൾ പഠിക്കാത്തതാണ്. നമുക്ക് നമ്മളെ പോലത്തെ ഏതൊക്കെ കാക്കാന്മാര് കുറച്ച് മൊയ്ലിയന്മാര് അങ്ങനെ തോന്നുള്ളൂ. അല്ല, ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, കുന്നാ വത്താബിഊന മുതവാഫിറൂൻ നഖൂലു. അതായത് താബിഈകൾ അനേകമുണ്ടായിരിക്കെ, താബിഈകളുടെ കാലഘട്ടത്തിൽ തബൂ താബിഈകളിൽപ്പെട്ടാണ് ഇമാം ഔസാഇ. അദ്ദേഹം പറയാണ്, താബിഈകൾ അനേകമുണ്ടായിരിക്കെ അള്ളാഹിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്ത്? ഇന്നല്ലാഹ തആല ദിക്റുഹു ഫൗഖ അർശിഹി. അള്ളാഹു അവനെ കുറിച്ച് അവൻ അർശിന് മുകളിലാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. വനുഅ്മിനു ബിമാ വറദത്തിസ് സുന്നത്തു ബിഹി മിൻ സിഫാതിഹി ജല്ല വഅല. ഇതെന്താ സംബന്ധിച്ചാല് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് സുന്നത്തിൽ വന്നതെല്ലാം നാം വിശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോ? ജഹ്മിയാക്കളുടെ ഫിത്ന ആരംഭിച്ചപ്പോ ഇമാം ഔസാഇ പറഞ്ഞ വാക്കാണത്. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ തുടക്കം എന്താണ്? ഇന്നല്ലാഹ തആല ദിക്റുഹു ഫൗഖ അർശിഹി. അപ്പൊ എന്താ ഇമാം ഔസാഇ മനസ്സിലാക്കിയത്? അല്ലാഹ് അർശിന്റെ മീതെയാണ്. ഹദീസ് പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ സുഹദ് വറഖായിഖ് എന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മുടെ റബ്ബിനെ നാം എങ്ങനെ അറിയും എന്ന് ചോദിച്ചു. എങ്ങനെ നമ്മൾ റബ്ബിനെ അറിയാം? ഞാൻ പിന്നെ ആ വാക്ക് ആവർത്തിക്കണേ, എവിടെ വെച്ചായിക്കോട്ടെ, തൂണിലോ തുരുമ്പിലോ ആകാശത്തോ ഭൂമിയിലോ കടലിന്റെ മേലെ എവിടെ ആയാലും കുഴപ്പമില്ല, നമുക്കിപ്പോ ആരാധിച്ചാ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ചോദിച്ചപ്പോ അള്ളാഹു ആകാശത്തിന്റെ മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് അർശിന്മേലാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി 4 അയിമ്മത്തുകൾ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ അസ്മാഉ സിഫാത്ത്, അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഫിഖ്ഹുൽ അക്ബറിലൊക്കെ വളരെയധികം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട്. ഇവിടെ അദ്ദേഹത്തോടൊരു സ്ത്രീ ചോദിച്ചു, എന്താ അറിയോ, നീ ആരാധിക്കുന്ന നിന്റെ ഇലാഹ് ദൈവം അത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞെന്തരാ, സ്ത്രീയോട് എല്ലായിടത്തുണ്ടെന്നല്ല, പരിശുദ്ധനായ അള്ളാഹു ആകാശത്തിലാണ്, ഭൂമിയിലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം അബൂ ഹനീഫയുടെ വിശ്വാസം അള്ളാഹു എവിടെയാണ്? ഫിസ്സമാ.
അപ്പൊ ഒരാൾ ചോദിച്ചു, അവൻ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ഖുർആൻ വചനം ഉണ്ടല്ലോ, വഹുവ മഅക്കും അയ്നമാ കുൻതും എന്ന് വാക്കില്ലേ, അതിനെ കുറിച്ച് അഭിപ്രായം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് നീ അപ്രത്യക്ഷനായിരിക്കെ ഒരാൾക്ക് കത്തെഴുതുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. സുബ്ഹാന ജല്ല വഅല. വാക്കൊക്കെ എന്താണ് മനസ്സിലാകാൻ എനിക്കറിയില്ല. വല്ലാത്തൊരു വാക്കാണ് ആ വാക്ക്. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, ഇമാം അബൂ ഹനീഫയുടെ പ്രത്യേകത എന്താ വെച്ചാല് അഇമ്മത്തുകളിൽ 4 ആളും അഗ്രഗണ്യരാണ്. അതിൽ അബൂ ഹനീഫ ഇമാമിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ സന്തഖ നിരീശ്വരവാദികൾക്ക് സ്വൈരവും പൊറുതി ഉണ്ടായിരുന്നില്ല മൂപ്പരുള്ള കാലത്ത്. ഒറ്റൊന്നും തലപൊക്കിയുന്നില്ല. നിരീശ്വരവാദികൾ തലപൊക്കാതെ നടന്ന കാലമായിരുന്നു ഇമാം അബൂ ഹനീഫയുടെ കാലം. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിന്റെ മുന്നിൽ യുക്തി കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല, പ്രമാണം കൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. അത്ര ബുദ്ധിശാലിയാണ്. അതുകൊണ്ടാണ് ഇമാം മുസ്നിയുടെ മകനോ അല്ലെങ്കിൽ പെങ്ങളോ മോനോ ആയ ഇമാം അബൂ ജഅഫർ ത്വഹാവി, അദ്ദേഹം ഷാഫിയായി ജയിച്ച ആളാണ്. അദ്ദേഹം ഹനഫി ഉസൂലാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഹനഫി ആയിട്ട് മാറി. നമ്മള് നാട്ടിൻപുറത്തുള്ള ജാപ്പി, ഹനഫി, അമ്പലി, മാലിക് എന്നുള്ള വർത്താനല്ലോട്ടി പറയണത്. കാരണം അത്ര സ്ട്രോങ് ആണ് ചില കാര്യത്തിലൊക്കെ. ഇനി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി രണ്ടാമൻ, അദ്ദേഹം പറയാണ്, അള്ളാഹു ആകാശത്താണ്, അവന്റെ അറിവാകട്ടെ എല്ലായിടത്തുണ്ടെന്നാണ്. ഈ വാക്കാണ് നമ്മൾ സാധാരണ പറയുന്ന ആയത്തുകളുടെ ഒക്കെ തഫ്സീറായിട്ട് വരുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിം ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പൂർവികരൊക്കെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞ വിഷയം അതാണ്, എന്ത്, അള്ളാഹു അർശിന്മേൽ ആണ് എന്നാണ്. അപ്പൊ ഇമാം ഷാഫിയുടെ വിശ്വാസം എന്താണ്? അള്ളാഹു അർശിന്മേലാണ്. എത്രത്തോളം വെച്ചാല് ഷാഫിഈ മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം അബൂ ഉസ്മാൻ അസ്സാബൂനി റഹിമഹുല്ലാ 449 ഹിജ്റ മരിച്ചാണ്. നമ്മുടെ ഇമാമായ ഇമാം ഷാഫിയുടെ വിശ്വാസം അള്ളാഹു അവന്റെ സൃഷ്ടികൾക്കെല്ലാം മുകളിൽ, 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലാണ്. അഖീദത്തു സലഫ് അസ്ഹാബുൽ ഹദീസ് ലിസ്സാബൂനി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കാം. സമയം കൂടിയുള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യത ഉണ്ടാകണം എന്നതിലേക്കാണ് ലളിതമായി ഇത് വിശദീകരിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാല് ഈ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്നുള്ള വാദം ഉന്നയിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അശ്അരി, സൂഫി, അത്തരം ടീമൊക്കെ, ആ ആളുകളുടെ വാദത്തിന്റെ അപകടങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ സംഭവം, ഇബ്നു അറബിയെ പോലുള്ള പക്ക ജാഹിലിയത്ത് കൊണ്ട് നടക്കുന്ന, എന്നാൽ ഇസ്ലാമിന്റെ പേര് പറയുന്ന വഹദത്തുൽ വജൂദ് പോലുള്ള പഴച്ച വിശ്വാസങ്ങളുള്ള ആളുകൾ, അവര് പറഞ്ഞൊരു വാക്കെന്തറിയോ, ഇബ്ലീസ്, അതുപോലെ ഫിറഔൻ. ഇബ്ലീസ് പറഞ്ഞാല് ഏറ്റവും വലിയ ശത്രു, ഫിറഔൻ എന്ന് പറഞ്ഞാല് മൂസാ നബിയുടെ ശത്രു. ഇതുപോലെയുള്ള ആളുകളിൽ പോലും അള്ളാഹുവിന്റെ ചൈതന്യമുണ്ട് എന്നാണ്. ആലോചിച്ചേക്കണേ ഈ വിശ്വാസത്തിന്റെ നിരർത്ഥകത, ഇവരുടെ ഈ വാദത്തിന്റെ അപകടം. ഇതൊക്കെ എവിടുന്ന് വരുന്ന വാദ? ഇത് ലോടുത്തുണ്ടെന്നാണ്. അതേ പറഞ്ഞ തൂണിലും തുരുമ്പിലും എന്നുള്ള വീക്ഷണം തന്നെയാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മളെ കേരളത്തിൽ തന്നെയുള്ള ചില ആളുകൾ എഴുതി വെച്ച അവരുടെ റിസാലകളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ, ജേർണലുകളിൽ, മാഗസിനുകളിലൊക്കെ ചില ആണ് അള്ളാഹുവിനെ തിന്നു, അള്ളാഹിനെ തിന്നു. അതായത് അള്ളാന്റെ എല്ലാ സൃഷ്ടികളിലും അള്ളാഹ് ഉണ്ടെന്നാണ്. അപ്പോ നമ്മൾ കോയിനർത്ത് തിന്നാൽ ഒരു ജാതി വൃത്തികെട്ട സംസ്കാരം. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പറയാ? അലിശയ്ക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളായ മനുഷ്യവർഗത്തിന്റെ ശത്രുക്കളിൽ പോലും അള്ളാന്റെ ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് ഈ വാദത്തിന്റെ ഏറ്റവും വലിയ അപകടം. എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ കുറച്ച് വിശദീകരിച്ച് പറയാനുള്ള സംഗതിയാണ്. ബഹുമാന്യനായ സുഹൃത്തിനത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖൈറായി, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ എല്ലായിടത്തും ഉണ്ട് എന്ന വാദം ശരിയല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും അങ്ങനെ വാദിക്കുന്നവർ സാധാരണഗതിയിൽ ഉദ്ധരിക്കുന്ന ഒരു ആയത്തുണ്ട്. ആയത്ത് തെറ്റിദ്ധരിക്കുകയാണ്, അല്ലെങ്കിൽ ആയത്തിന് ദുർവ്യാഖ്യാനിക്കണം. ആയത്ത് ഏതാണ്? 57-ാം അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്ത് സൂറത്ത് ഹദീദ്. അവിടെ കാണാം, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാമിൻ ثم استوى على العرش يعلم ما يلج في الارض وما يخرج منها وما ينزل من السماء وما يعرج فيها. എന്നിട്ട് പിന്നെ പറഞ്ഞ വാക്കെന്താ? വഹുവ മഅക്കും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
അതായത് ഇതിൽ നമുക്ക് വേണ്ട വാക്ക് ഇപ്പൊ എന്താ വെച്ചാൽ ഇവര് തെറ്റിദ്ധരിപ്പിക്കണ വാക്കെന്താ വെച്ചാൽ വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് താനും എന്നാണ്. അപ്പൊ അള്ള എല്ലായിടത്തുണ്ട് എന്ന് പറയാൻ വേണ്ടി സൂഫികൾ എൻ്റെ അടുത്ത് നേർക്ക് നേരെ വാഹനത്തിലിരുന്നിട്ട് ഏത് ത്വരീഖത്താന്ന് എനിക്കറിയില്ല, ആ ത്വരീഖത്തിൽ വിശ്വസിക്കുന്ന സഹോദരനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു അള്ള എല്ലായിടത്തുണ്ടെന്ന് അള്ള പറഞ്ഞില്ല, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയണത് എന്നോട് നീട്ടി വെച്ചിട്ട്. അപ്പൊ ഞാൻ ആ സഹോദരനോട് തഫ്സീർ ഷറഹ് ഇതൊന്നും മൂപ്പർ കേൾക്കണ്ട, ഓൻ പറഞ്ഞത് ഓന് തെളിവ്, പിന്നെ മോനോട് സംസാരിച്ച കാര്യമില്ല. ഒരാൾ പറഞ്ഞ എന്നോട് നേരിട്ട് അനുഭവമാണ്. ഒരു 5-6 കൊല്ലം മുമ്പ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തു പറഞ്ഞ കാലത്ത് കുറെ സംസാരിച്ചു നോക്കിയാണ്. ഇത് ഒരിക്കലും ഇങ്ങനെയല്ല. കാരണം ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ജരീർ തബരി, ഇമാം ഇബ്നു കഥീർ അടക്കമുള്ള അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് എന്താ? ഈ പറഞ്ഞല്ല. ഉദാഹരണത്തിന് ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി പറയാണ് വഖൗലുഹു വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് റഖീബുൻ അലൈക്കും ഷഹീദുൻ അലാ അഅമാലിക്കും ഹൈതു അൻതും വഅൈന കുൻതും മിൻ ബർരിൻ ഔ ബഹ്രിൻ ഫീ ലൈലിൻ ഔ നഹാരിൻ ഫിൽ ബുയൂതി ഔ അൽ ഖിഫാർ അൽ ജമീഉ ഫീ ഇൽമിഹി അലാ സമാ അലാ സവാ വതഹ്ത ബസരിഹി വസമിഇഹി ഫയസ്മഉ കലാമക്കും വയറാ മക്കാനക്കും വയഅലമു സിർറക്കും വനജ്വാക്കും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നാണ്, നിങ്ങൾ എവിടെയായിരുന്നാലും. അല്ല, നിങ്ങൾ എവിടെയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നല്ല. അതുപോലത്തെ വാക്കാണ് നഹ്നു അഖറബു മിൻ ഹബ്ലിൽ വരീദ്. അപ്പൊ അള്ളാഹ് ഇവിടെ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. സമാനമായ ആശയം അതിന്റെ ഒക്കെ ആയത്തിന്റെ ഒക്കെ താഴെ കാണാൻ സമീഉ ബസീർ ഉണ്ടാവും. അള്ളാഹ് ഫൗഖൽ അർശാണ്, അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ കാണുന്നു. എല്ലാവരും അവന്റെ കാഴ്ചക്കും കേൾവിക്കും അറിവിനും വിധേയമാണ്. അതായത് അള്ളാന്റെ ദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾ എന്തല്ല അകന്നു പോകുന്നില്ല. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചിന്തിച്ചാലും ഒക്കെ അള്ളാഹ് അറിയും, കാണും, കേൾക്കുന്നതാണ് അതിന്റെ മാന. അതല്ല അത് അള്ളാഹ് നിങ്ങൾ എവിടെയാണെങ്കിൽ നിങ്ങളെ കൂടെ തന്നെ ഇങ്ങനെ നടക്കേണ്ടെന്നല്ല. ഇനി നോക്കൂ, ഇമാം തൊബരി പറയാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും അവൻ നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയായിരുന്നാലും അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വഹുവ അലാ അർശിഹി ഫൗഖ സമാവാതിഹി സബ്അ. 7 ആകാശത്തിനപ്പുറം അവന്റെ അർശിലായിരിക്കെ തന്നെ അവൻ നിങ്ങളെ കാണുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അറിയുന്നു എന്നാണ്. അതിനുള്ള തെളിവെന്തരങ്ങള് അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ യകൂനു മിൻ നജ്വാ 3 ഇല്ലാ ഹുവ റാബിഉഹും ولا 5 إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നീ കാണുന്നില്ലേ? 3 പേർ തമ്മിലുള്ള യാതൊരു രഹസ്യ സംഭാഷണവും അവൻ അള്ളാഹു അവർക്ക് 4-ാമനായിക്കൊണ്ടല്ല അതുണ്ടാവൂല എന്നാണ്. അള്ളാഹ് കേൾക്കും, കാണും, അറിയുമെന്നാണ്. 5 പേരുടെ സംഭാഷണമാണെങ്കിൽ അവൻ അവർക്ക് 6-ാമനായി കൊണ്ടുമല്ലാതെ അതിനേക്കാൾ കുറഞ്ഞവരുടെയോ കൂടിയവരുടെയോ സംഭാഷണമാണെങ്കിൽ അവർ എവിടെയായിരുന്നാലും അവൻ അവരോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ. ഇതും ഇതാണ് സമഉം ബസറും. അള്ളാന്റെ അറിവിന്റെ വിശാലതയും ആകാശഭൂമികളിലുള്ളത് അവൻ സൂക്ഷ്മമായി വ്യക്തമായും അറിയും എന്നൊക്കെയാണ് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നത്. ഇമാം മാലിക് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താ അദ്ദേഹം പറഞ്ഞല്ലോ? അല്ലാഹു ഫിസ്സമാനാണ്, അള്ളാഹു ഉപരിയിലാണ്. അവന്റെ അറിവ് എല്ലായിടത്തുമുണ്ട്. ഫി കുല്ലി മക്കാൻ, എത്ര ലാ യഖ്ലു മിൻഹു ശൈഉൻ, അല്ലെങ്കിൽ യഖ്ലു അതിൽ നിന്ന് ഒന്നും ഒഴിവല്ല, ഒന്നും അതിൽ നിന്ന് ഒഴിവല്ല. അള്ളാന്റെ അറിവിൽ നിന്ന് ഒന്നും ഒഴിവല്ല, എല്ലായിടത്തുണ്ട്. അള്ളാന്റെ അറിവ് എല്ലായിടത്തുമുണ്ട്. അള്ളാഹു എവിടെയാണ്? ഉപരിയിലാണ്. ഇമാമിങ്ങളൊക്കെ വിശ്വസിച്ചത് അങ്ങനെയാണ്. ഹിജറ 387 മരണപ്പെട്ട ഇമാം ഇബ്നു ബത്ത റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ലിബാനയിൽ കാണാം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ടവനും ആകാശങ്ങൾക്ക് മുകളിലുള്ള അവന്റെ അർശിന് മീതെയാണെന്നും എന്നാൽ അവന്റെ അറിവ് സൃഷ്ടികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നുവെന്നും സ്വഹാബികളും താബികളും മറ്റു മുഴുവൻ പണ്ഡിതന്മാരും ഇജ്മാഅായി അംഗീകരിക്കുന്ന കാര്യമാണ്. ഏകകണ്ഠമായി ഒരഭിപ്രായ വ്യത്യാസമല്ലാതെ. അഹ്ലുസുന്നത്തിന്റെ വിഷയം അങ്ങനെയാണ്.
ഇമാം ബാഖിലാനി റഹ്മത്തുള്ളാഹി പറയാണ്, അല്ലാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയരുതെന്ന്. അങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ വയറിലും വായയിലും ഇനി പേര് പറയാൻ നാം മടിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലുണ്ടെന്ന് അവൻ പറയേണ്ടി വരും. അതാണ് പണ്ട് നമ്മുടെ ഉസ്താദ് സലാഹി റഹ്മത്തുള്ളാഹി, അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് വന്നുകൂടെ, അദ്ദേഹം ചോദിച്ചത് ഖുറാഫികളോട്, കക്കൂസിലും കള്ളുഷാപ്പിലും കുളിമുറിയിലും കക്കൂസും കുഴിയിലും ഒക്കെ അള്ളുണ്ട് നിങ്ങൾ പറയുമോന്ന് ചോദിച്ചു. ഒരൊറ്റ മനുഷ്യൻ മരിക്കണവര് മറുപടി പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? എല്ലായിടത്തും ഉണ്ടെന്ന് പറയേണ്ടി വരും. അത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? ഫിസ്സമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആകാശങ്ങൾക്ക് മീതെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് അർശിൽ ഇസ്തിവാ ചെയ്തവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരിക്കലും ജഹമിയാക്കൾ പറയുന്നത് പോലെ അള്ളാഹു എവിടേക്കോ ഉണ്ട് എന്ന് രീതിയിൽ ഉള്ള സംസാരം ശരിയല്ല. അള്ളാഹു സർവ്വവ്യാപിയാണ് എന്നത് തന്നെ നേരത്തെ പറഞ്ഞ ഈ പഴച്ച കക്ഷികളൊക്കെ ഉണ്ടായത് തന്നെ ജഹ്മു ബിൻ സഫ്വാന്റെയും അഥവാ ജഹമിയാക്കളെയും അദ്ദേഹത്തിന്റെ ആശയത്തെയും പിൻപറ്റുന്നവരുടെ വാദമാണ്. ആ വാദം അഹ്ലുസുന്നത്തിന്റെ വാദമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തിന്റെ വാദത്തിലേക്ക് മടങ്ങാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞു അല്ലേ? സമയമായി. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം അതുപോലെ അതിന്റെ തഫ്സീർ അല്ലാഹു തൗഫീഖ് നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. ഇതൊന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ما شاء الله. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.